അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരിപ്പത്തിരി. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒറോട്ടി എന്നാണ് പറയുന്നത്. ഒറട്ടി എന്ന് പറയും, ഒറോട്ടി എന്ന്. പിന്നെ ബീഫ് കറിയും. ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടും അതിനകത്തുനിന്ന് ചോര വന്നുകൊണ്ടിരിക്കും. നല്ലതുപോലെ കഴുകുക. അത് ആദ്യത്തെ ടിപ്സാണ് ഇത്. ചോര പോയില്ലെങ്കിലും നെയ്യുണ്ടെങ്കിലും നമ്മൾ നല്ലതുപോലെ നെയ്യെടുത്ത് കളഞ്ഞാലും പിന്നെ നെയ്യ് വരും. ഇറച്ചിക്കകത്തൊക്കെ നെയ്യ് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതിനുള്ള ടിപ്സ് നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് കുറച്ച് നേരം ഇട്ടേക്കുക. ഞാൻ സ്പൂണിട്ട് കൈയിടാൻ പറ്റുന്നില്ല. സ്പൂണിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് ഊറ്റുവട്ടയ്ക്കകത്തോട്ട് ഊറ്റി എടുത്ത് വെക്കാം. പിന്നെ 1 കിലോ ഇറച്ചിക്കാണ് 3 സവാള. ചെറുതാണെങ്കിൽ ഒരു 4-5 സവാള എടുക്കാം, ചെറിയ സവാളയാണെങ്കിൽ. പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇച്ചിരി തോനെ വെളുത്തുള്ളി എടുക്കണം ബീഫിന്. അപ്പം മട്ടൻ കറി വെക്കുന്ന കണക്കിരിക്കും ഈ വെളുത്തുള്ളി ഇഞ്ചിയും തോനെ ചേർത്താൽ. അപ്പോൾ സവാള ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിനകത്തിടാം. എൻ്റെ ചോപ്പർ കേടായിപ്പോയി. ഞാനത് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി, ഒറ്റ കറക്കി കൊണ്ടുവരണം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇതിനകത്തോട്ടിട്ടൊന്ന് ചതയ്ക്കാം. ചതയ്ക്കുമ്പം അതിൻ്റെ എല്ലാ ഗുണവും പറയും. പിന്നെ പച്ചമുളക് ചതയ്ക്കരുത്, കാരണം എരി ഒരുപാടാവും, നമുക്ക് മുളക് പൊടി ഇടാനൊക്കത്തില്ല. അപ്പോൾ വെളുത്തോണ്ടിരിക്കും. ഒന്ന് മുറിച്ചിട്ടാൽ മതി പച്ചമുളക്. അപ്പോൾ കുക്കറിനകത്തല്ലേ ഇപ്പോൾ എല്ലാവരും കുക്കറും ഗ്യാസും ഇല്ലാത്തവരാരുമില്ല. എല്ലാവരും കുക്കറിനകത്ത്. പിന്നെ തോനെ ഇറച്ചി ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ചരുവത്തി വെക്കുന്നത്. ഇപ്പോൾ 1 കിലോ ഇറച്ചിയൊക്കെ നമ്മളെല്ലാവരും കുക്കറിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യാനുസരണം വെളിച്ചെണ്ണ. ഞാൻ ഒരു 3 സ്പൂണാണ് ഞാൻ കുപ്പിക്കകത്ത്, നമുക്കൊരളവുണ്ടല്ലോ, കുപ്പിക്കകത്ത് നിന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടിപ്സ് ഇതാ ഉലുവ സൂപ്പർ ടേസ്റ്റാണ്. ഈ ഇറച്ചിക്കറിക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കണം. ഒരുപാടൊന്നുമില്ല, നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇടത്തില്ല അതേമാതിരി. അത് പൊട്ടുമ്പോഴത്തേക്ക് ശകലം പെരിഞ്ജീരകമൊക്കെ എല്ലാവരും ഇടുന്നത്, പക്ഷേ ഉലുവ അങ്ങനെ ആരും ഇടത്തില്ല. ചിലർ ഇടുന്നവരുണ്ട്. പിന്നെ കരിയാപ്പല ഇട്ട് കൊടുക്കുക, പിന്നെ സവാള ഇട്ട് കൊടുക്കുക, വഴറ്റുക. പിന്നെ നമ്മൾ കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് ചതച്ച് വെച്ചേക്കുന്നത് ചേർക്കാവും. അങ്ങനെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ലതുപോലെ. അതിനൊരു ടിപ്സ്, ഇത് പെട്ടെന്ന് മൂക്കാൻ നമുക്കൊരു ടിപ്സ് കാണിച്ചു തരാം. ശകലം ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്ത് വരും ഉപ്പ് ചേർക്കുമ്പോൾ. അതൊരു ടിപ്സാണ് ഈ സവാള മൂക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് മൂത്ത് വരുന്നുണ്ട്. ആ സമയത്തിന് നമുക്ക് വേറൊരു ടിപ്സാണ്. നമ്മൾ സവാളയ്ക്കകത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിക്കുന്നവരുണ്ട്. ഞാനിപ്പം ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിന് കൂടെ തക്കാളിയും കൂടി സവാളയുടെ കൂടെ തക്കാളിയും കൂടി ഇട്ടങ്ങോട്ട്. തക്കാളി ചേർക്കാത്തവരുണ്ട്. തക്കാളി ചേർത്താൽ പെട്ടെന്ന് വളിക്കുക. എന്നാലും തിളപ്പിച്ച് വെക്കണം. അപ്പം ചീനിച്ചട്ടി ചൂടായി. ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി ശകലം കൂടുതൽ എടുക്കുമല്ലോ. പിന്നെ 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇച്ചിരി നല്ലോണമൊക്കെ എടുക്കണം, തോനെ എടുക്കുക. ഈ മട്ടൻ കറിയുടെ കണക്ക് ടേസ്റ്റ് വരും ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ തോനെയിട്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തോനെ ചേർത്താൽ ബീഫ് കറി വെക്കുമ്പോൾ മട്ടൻ കറിയുടെ ഒരു ഇത് വരും. അതൊന്ന് ചൂടാക്കാം. ഈ ചീനിച്ചട്ടി വെച്ച് ഒന്ന് ചൂടാക്കി, ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ സവാളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ചൂടാക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഞാൻ പിന്നെ കുറച്ച് വെള്ളം അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇഡലിക്കുട്ടത്തിൽ, അത് തിളപ്പിക്കാൻ. അത് എന്തിനാണെന്നറിയാം, അതും ഒരു ടിപ്സാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇത്. എന്നിട്ട് ഞാൻ അതിനിടയ്ക്ക് ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇടുക. പിന്നെ കുരുമുളക് പൊടി ഞാൻ കാണിക്കാൻ പറ്റില്ല, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഉപ്പ് നമ്മൾ സവാളയ്ക്കകത്ത് ഇട്ടെങ്കിലും നമ്മൾ കുറച്ചും കൂടെ ഇടണം. അത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല, ഇതിനകത്ത് വീഡിയോയ്ക്ക് അത് വന്നില്ല. വെള്ളം തിളച്ച് ഇനി നമുക്ക് ഇത് നല്ല മൂത്തതിന് ശേഷമല്ലേ നമ്മൾ ഇട്ടത്. ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ആ പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു ഇത് വരും. അപ്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതാണ്. പിന്നെ നമുക്കിനി ഇറച്ചി അങ്ങോട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ച് ഇറച്ചി ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഊറ്റി വെച്ചിട്ട് ഇറച്ചി ചോരയും നെയ്യൊക്കെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് തിളച്ച ഈ ഇഡലിച്ചെമ്പിൽ തന്നെ വെള്ളം കുറച്ച് വെച്ചിരുന്നു ഞാൻ. അപ്പോൾ ആ വെള്ളം കുറച്ചും കൂടെ ഇറച്ചിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് അത് ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരട്ട്. ഉള്ളിയും മസാലയെല്ലാം കൂടെ ഇതിപ്പം നല്ല തിളച്ച വെള്ളം അയും കൂടി ശകലം നേരം ഇരുന്നിട്ട് ഞാൻ ഊറ്റുവട്ടയ്ക്കകത്തോട്ട് ഊറ്റി വെച്ച്. ഇതൊരു ടിപ്സാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യണം. ഈ നെയ്യൊക്കെ തോനെ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം നെയ്യ്. പക്ഷേ നെയ്യ് കൂടുതൽ ഉപയോഗിക്കരുത്. പണ്ടൊക്കെ നമ്മൾ ഉരുക്കിയൊക്കെ കഴിക്കുമായിരുന്നു ചെറിയ പ്രായത്തിലൊക്കെ.
ഉമ്മമാർ നമുക്ക് ഉരുക്കിയിട്ട് അതിൻ്റെ കൊന്തൊക്കെ തരുമായിരുന്നു. നല്ല ടേസ്റ്റാണ് അത് തിന്നാൻ. ആ ഉരുക്കിയ നെയ്യ് തിന്നാൻ ഭയങ്കര നല്ല മണവുമാണ്. ആണ്ട ആ ഇറച്ചിയുടെ വെള്ളവും നെയ്യും ആ ചോര എല്ലാം പോവും ഇങ്ങനെ ഒന്ന്. പിന്നെ വിനാഗിരി ഇട്ട് കഴുകുന്നവരുണ്ട്, എന്നാലും നെയ്യ് പോത്തില്ല. നെയ്യ് പോകണമെങ്കിൽ നല്ല ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഇറച്ചി കഴുകിയിട്ട് മസാലയും കൂടെ നമ്മൾ ഗരം മസാല നമ്മൾ പൊടിച്ച മസാല പിന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നോമ്പ് വരുമ്പോഴെല്ലാം തയ്യാറാക്കി വെക്കുമല്ലോ. മല്ലിക്കീര ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അവരവരുടെ കുക്കറിൻ്റെ അളവ് അവരവർക്ക് അറിയാമല്ലോ. ഇതിനകത്ത് ഞാൻ ഒരു കുക്കറിന് ഒരു വിസലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീ കുറച്ച് വെക്കും. തീ ആദ്യമേ ഞാൻ കുറച്ച് വെച്ചാണ് വെക്കുന്നത്. ആദ്യമേ ഞാൻ തീ കുറച്ച് വെക്കും. പിന്നെ ആ സമയത്തിന് ഞാൻ മാവ് കിണ്ടുന്നതിൻ്റെ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കിട്ടിയില്ല എനിക്ക്. പിന്നെ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ വെള്ളം വെച്ചായിരുന്നു, പക്ഷെ അതങ്ങ് പോയി. അണ്ടേ മാവ് 1 ഗ്ലാസ് വെള്ളത്തിന് പിന്നെ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഈ റൊട്ടിന്ന് അരിപ്പത്തിരിക്ക് ചേർക്കേണ്ട. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ പൊടി ഈ അയച്ച് നല്ലതുപോലെ ഉണങ്ങും മാവിരുന്ന്. അപ്പോൾ അതിനനുസരിച്ചാണ് വെള്ളം നല്ല തോനെ വെച്ചാൽ നല്ലതാണ്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആ വെള്ളത്തിനകത്ത് ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം മാവ് കിണ്ടാൻ. അപ്പോൾ അതാണ്ട് ഞാൻ അയച്ച് ബോളാക്കി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ നമ്മൾ ബോളാക്കി വെച്ചതിന് ശേഷം അതെല്ലാം തയ്യാറാക്കി നമ്മുടെ നോമ്പിന് നമ്മൾ ഇതായി ഒറോട്ടി ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം പിന്നെ ഉള്ള അപ്പവും പിന്നെ ചപ്പാത്തിയൊക്കെ എടുക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കൊല്ലക്കാരെല്ലാം ഒറോട്ടിയാണ്. പിന്നെ അപ്പം ചുടുന്നവരുണ്ട്. പിന്നെ ഒറോട്ടി എന്ന് പറയും, ഒറട്ടി എന്ന് പറയും, ഒറോട്ടി എന്ന് പറയും. ഞങ്ങൾ ഓരോ ഭാഗത്ത് വരുമ്പോൾ ഒറോട്ടിന്നും വരും. കരുനാഗപ്പള്ളി ഭാഗത്ത് വരുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്നത് ഒറോട്ടി എന്നാണ്. കരുനാഗപ്പള്ളി, ഓച്ചിറ, കായംകുളമൊക്കെ ഒറോട്ടി. കൊല്ലത്തോട്ടൊക്കെ വരുമ്പോഴത്തെ കൊല്ലം തന്നെ ആണെങ്കിലും അവിടെയൊക്കെ ഒറട്ടി. ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഞാൻ ഒരു കൈ മൊബൈൽ പിടിച്ചേക്കുന്നതും കൊണ്ട് കാണിക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. അടിയിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി പൊടി അടിയിലിട്ടിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ പൊടി ഇടുക, ഒരു സൈഡിൽ പിന്നെ തിരിച്ചിടുക. പൊടിയില്ലാത്ത ഭാഗം അങ്ങോട്ട് റൊട്ടിക്കകത്തിട്ട് കൊടുക്കുക. അന്നേരം ഒരു ഭാഗം പൊടിയുണ്ട്, ഒരു ഭാഗം പൊടിയില്ല. തിരിച്ചിടും. മറ്റേതിൻ്റെ മുകളിൽ ശകലം പൊടി ഇട്ടതിന് ശേഷമാണ് ഞാൻ തിരിച്ചിട്ടത്. ഇനി നമുക്ക് വലിയ കല്ലാണ്, 4 ഒറോട്ടി ചൂടാൻ ഉള്ള ഒറോട്ടിക്കല്ലാണ്. ഒറോട്ടിക്കല്ലല്ല ഇത്, പിന്നെ ഇതാ മറ്റേ കല്ല, ദോശയൊക്കെ ചുടുന്ന വലിയ കല്ല്. ഇനി ഇടുക. നമുക്ക് ആ കല്ല് ചൂടാകുമ്പോഴത്തേക്ക് ബാക്കി ഒറോട്ടിയും കൂടി പരത്തിയെടുത്ത് വെക്കാം. അങ്ങനെ കുറേശ്ശെ ഞാൻ പരത്തി വെക്കുകയാണ്. ഞാൻ ചൂടാൻ കല്ല് നല്ല ചൂടായി. അപ്പം 4 ഒറോട്ടി നല്ല ആവി വരുന്ന സമയത്താണ് നമുക്ക് ഒറോട്ടിയുടെ പിന്നെ ഇടേണ്ട സമയം. ഇതവിടെ ഒന്ന് ചൂടാകണം. നല്ല കല്ല് ചൂടായതിന് ശേഷം ഈ ഒറോട്ടി ഇടാവും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം തിരിച്ചിടുക. ഇപ്പോൾ ഇറച്ചി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പയിൽ. ഒന്ന് തിരിച്ചിടുക. തിരിച്ചിട്ട് ശകലം നേരം അവിടെ ഇടുക. നമ്മൾ ദോശക്കല്ല് നോൺ സ്റ്റിക്കിൻ്റെയാണ്. ഞാനങ്ങ് റോട്ടിയും ചുടും, ദോശയും ചുടും. റോട്ടി ചുട്ടിട്ട് എണ്ണ തേച്ച് വെക്കും. അപ്പം ദോശയും 3 ദോശയും ചുടാം. അപ്പോൾ ഞാൻ അത് ഒന്ന് വേവുന്ന സമയത്തിന് ബാക്കിയുള്ള ഒറോട്ടികളെല്ലാം ഒന്ന് പരത്തി അങ്ങോട്ട് ഇടാം. നല്ല നൈസായിട്ട് വരും ഈ ഒറോട്ടി. ഒരു സൈഡിലെ പൊടി ഇടാം, ഒരു സൈഡിൽ മറ്റേതിൻ്റെ ഒന്നിൻ്റെ മുകളിലോട്ട് ഇടുമ്പോൾ ആ സൈഡിൽ പൊടി കിട്ടും. ഇനി നമുക്ക് ഒന്ന് കുമ്പളയായിട്ട് വരുന്ന സമയത്ത് അത് തിരിച്ചിടാം. ഒന്ന് വെന്ത് അടി ഭാഗത്ത് അതെല്ലാം 4 അങ്ങോട്ട് ഇട്ടതിന് ശേഷം അങ്ങ് കുടം മാതിരി പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ നമ്മളൊന്ന് താത്തു കൊടുക്കണം. ആ പൊങ്ങി വരുന്ന സമയത്ത് അത് വേവാൻ വേണ്ടിയാണ് അതൊന്ന് താത്തു കൊടുക്കുന്നത്. അന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ ചട്ടുകം വെച്ച് ഒറോട്ടിക്ക്. അന്നേരം ശകലം ഒറോട്ടിയൊക്കെ ആകുമ്പോൾ ഇരിക്കുമ്പം പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയാണ്. അതൊരു ടിപ്സാണ്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുമ്പം അത് ഒറോട്ടി കേടാവാതിരിക്കും. ഇല്ലെങ്കിൽ പച്ചമാവ് മാതിരി ഇരിക്കും. അങ്ങനെ ഒറോട്ടിയൊക്കെ ചുട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊരു ടിപ്സാണ്. ഇതൊക്കെ അറിയാവുന്ന എല്ലാവർക്കും. ഒറോട്ടി ചുട്ടോണ്ടിരിക്കുമ്പം തന്നെ ഒരു നല്ല വൃത്തിയുള്ള തുണിയെടുത്ത് ഒറോട്ടിക്കല്ലൊന്ന് തുടച്ചു കൊടുക്കണം. ആ പൊടിയൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് അതിന് ശേഷമേ ഓരോ പ്രാവശ്യവും ഒറോട്ടി ഇടാവൂ. ഒറോട്ടിന്നേ വരുത്തോളൂ. അരിപ്പത്തിരിന്ന് വരത്തില്ല. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയല്ലേ, അതുകൊണ്ട്
നമുക്കതൊന്ന് തിരിച്ചിടാം. ഒന്ന് ചൂടാകുമ്പോൾ ഒന്ന് തിരിച്ചിടണം. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമേ അടുത്തത് തിരിച്ചിടാവൂ, അല്ലെങ്കിൽ വേവത്തില്ല. ഒന്ന് വേവാൻ അനുവദിക്കണം. ഇത് ഏതാണ്ട് കുമ്പളയായിട്ട് വരുന്നില്ല, അന്നേരം വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ, ഒന്ന് പൊള്ളി വരുന്ന സമയത്ത്. ഇങ്ങനെയാണ് ഒറോട്ടി ചുടുന്നത്. ഇതൊക്കെ അറിയാവുന്നതാ എല്ലാവർക്കും. അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് കാണുമല്ലോ. അപ്പം എല്ലാവരുടെ ഈ നോമ്പ് മാസം ഇതൊക്കെ എല്ലാവരുടെ വീട്ടിൽ ഒറോട്ടി ബീഫ് കറിയും എല്ലാവരും തയ്യാറാക്കുന്നേ. അപ്പം ഈ ഒറോട്ടിയും ബീഫ് കറിയൊക്കെ സൂപ്പർ ടേസ്റ്റിലായിരുന്നു. ബീഫ് കറി തയ്യാറാക്കി നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം ബീഫ് കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് കാണിക്കുന്നില്ല, കൊറിയൻ ശേഷം കാണിക്കാൻ. നോമ്പല്ലേ, വൈകുന്നേരം ആയത് കൊണ്ട് നല്ല തിരക്കാണ്, ബാക്കിയുള്ള ജോലികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അങ്ങനെ ഒറോട്ടിയെല്ലാം ചുട്ട് അടുക്കി വെക്കുകയാണ്. അടുത്തത് ചുടാൻ പോവുകയാണ്. ഇനി ജ്യൂസ് അടിക്കണം, ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെക്കണം. കഞ്ഞി പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടും, അതുകൊണ്ട് പിന്നെ കഞ്ഞിയുടെ ജോലിയില്ല. പണ്ടൊക്കെ കഞ്ഞിയും ഉണ്ടായിരുന്നു, കഞ്ഞിയും വെക്കണമായിരുന്നു. പിന്നെ കഞ്ഞിക്ക് കൂട്ടാൻ അവിയലോ പയർ തോരനോ ഒക്കെ വെക്കണം. അതാണ്ട് ഒറോട്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു. അങ്ങനെ ബീഫ് കറിയും തയ്യാറാക്കി ഞാൻ ഇതിനകത്ത് പാത്രത്തിൽ കോരി വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.